പശ്ചിമേഷ്യയിലെ സാഹചര്യം ആശങ്കപ്പെടുത്തുന്നതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. നിലവിൽ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ, ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ തുടരുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. On the contingency plan, yes, at this point in time, we don't have, we are not, some of them did get in touch with us and we've advised them that, if you want to leave the country, the option is available because flights are running. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭാ സമിതി സുരക്ഷാ അവലോകനം നടത്തി. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, സ്ഥിതിഗതികൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ കാര്യങ്ങളെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഇന്ത്യൻ പൗരന്മാരുടെ കാര്യത്തിൽ പുതിയ എന്തെങ്കിലും തീരുമാനമുണ്ടാകുന്നുണ്ടോ അച്യുതൻ? റീജിത്ത്, ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം, വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇന്ത്യയുടെ ആശങ്ക, ഈ പശ്ചിമേഷ്യയിലെ സാഹചര്യം വഷളാകുന്നതിൽ ആശങ്ക അറിയിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും ഈ ഒരു യുദ്ധത്തിൽ, ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിരുന്നു. രാജ്യങ്ങൾ സംയമനം പാലിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇന്ത്യ നടത്തുകയുണ്ടായി. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് യുദ്ധ പശ്ചാത്തലത്തിൽ ഈ പൗരന്മാരെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതിന് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യം വച്ച് ഈ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. കാരണം ഇറാൻ, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് തിരിച്ചു മടങ്ങണമെങ്കിൽ ആ ഒരു മാർഗം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജന്മനാട്ടിലേക്ക് എത്താം എന്നുകൂടിയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു യുദ്ധം നടന്ന സാഹചര്യത്തിൽ കുറച്ചുപേർ ഇന്ത്യൻ എംബസിയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ 3000-ഓളം പേർ ഇന്ത്യക്കാർ ലെബനനിൽ മാത്രമുണ്ട്. 10,000-ഓളം പേർ ഇസ്രായേലിലുണ്ട്. ഈ 10,000-ൽ തന്നെ 5,000-ഓളം വരുന്നവർ അത് വിദ്യാർത്ഥികളാണ് എന്നൊരു കണക്ക് കൂടി വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ നടക്കുന്ന യുദ്ധം അത് ഉചിതമല്ല, മറിച്ച് എല്ലാവരും ഒരു സംഭാഷണത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിന് മുൻപും ഈ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു അവലോകന യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു. അതിൽ പ്രധാനമായും ഈ സാഹചര്യങ്ങൾ സംഘർഷ മേഖലയിൽ നിന്ന് നാട്ടിലേക്ക് എത്തേണ്ടവർക്ക്, ഇന്ത്യയിലേക്ക് എത്തേണ്ടവർക്ക് നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്.